കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം വട്ടം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ ഇത് സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും കിട്ടുള്ളതാണ് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. 42 - 24 പൊതുവ്യത്യാസം. അപ്പോൾ 44 24 പോവുകയാണെങ്കിൽ 44 24 പോവുകയാണെങ്കിൽ 20 ഉണ്ടാവും. അപ്പോൾ 20 ഇവിടെ 2 കൂടി മൈനസ് ചെയ്യണം. 44 അപ്പോൾ നമുക്ക് ഈ ഡിഫറൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് ഈ ഡിഫറൻസ് എത്രയാണ്? 18 മനസ്സിലാവും. അപ്പോൾ 18 ആഡ് ചെയ്യണം. 18 ഇവിടേക്ക് പ്ലസ് 18 ചെയ്യുമ്പോൾ ഈ പദം നമുക്ക് കിട്ടും. 40 10 50 50 10 60. അപ്പോൾ ഇത് എത്ര കിട്ടി? 60 കിട്ടി. എഴുതി കൂട്ടാനൊന്നും പോകണ്ട. 60 + 18 എത്ര കിട്ടി? 78 കിട്ടി. ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഇവിടെയും രണ്ട് അടുത്തടുത്ത പദങ്ങളുണ്ട്. രണ്ട് അടുത്തടുത്ത പദങ്ങൾ കിഴിച്ചാൽ എപ്പോഴും പൊതുവ്യത്യാസം കിട്ടും. അപ്പം ഇവിടെയും പൊതുവ്യത്യാസം എത്രയാണ്? 18. അപ്പോൾ 42 കൂടെ പ്ലസ് 18 കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പദം കിട്ടും. അത് നമ്മൾ നേരത്തെ കൂട്ടിയതാണ് 60. ഇനി 24 18 കഴിക്കണം. ഇവിടെ -18. 24 18 കഴിച്ചാലാണ് ഇങ്ങോട്ട് വരണ്ട്. 24 18 കഴിച്ചാൽ എത്ര കിട്ടും? 6 കിട്ടും. ഇവിടെ നോക്കൂ, രണ്ട് അടുത്തടുത്ത പദം 24 42 തന്നെയാണ്. ആ പൊതുവ്യത്യാസം 18 തന്നെയാണ്. 24 18 കഴിച്ചാലാണ് ഇവിടേക്ക് എത്തുക. അപ്പോൾ 6 കിട്ടും. 6 18 കഴിക്കണം. 6 കഴിക്കണം 18 കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറുതിൽ നിന്ന് വലുത് കഴിക്കുകയാണ്. വ്യത്യാസം നമുക്ക് ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 12 എന്ന് അറിയാം. അപ്പോൾ ചിഹ്നം നമ്മൾ എന്ത് ഇടണം? നെഗറ്റീവ് ഇടണം. അപ്പോൾ നമുക്ക് -12 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ എത്തുമ്പോഴേക്ക് ഈ 24 42 അടുത്തടുത്ത് നിൽക്കുന്ന സ്വഭാവം മാറിക്കൊണ്ട് രണ്ട് അടുത്തടുത്ത പദങ്ങളല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് ഒരു പൊതുവ്യത്യാസം ഇങ്ങോട്ടും ഇവിടുന്ന് വീണ്ടും ഒരു പൊതുവ്യത്യാസം ഇങ്ങോട്ടും വരുന്നുണ്ട്. അതായത് മൊത്തം 2 പൊതുവ്യത്യാസമാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ 2 പൊതുവ്യത്യാസം സമം ആണ് നമ്മളുടെ കിഴിച്ച 18. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊതുവ്യത്യാസത്തിന്റെ 2 മടങ്ങ് 18ഉം പൊതുവ്യത്യാസം എത്രയാണ്? 9 ആണ്. അപ്പോൾ 24 കൂടെ 9 കൂട്ടണം. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 33 കിട്ടും. 33 9 കണ്ടോ? 42. 42ഉം 9ഉം എത്ര കിട്ടും? ഇവിടെ 51. ഇവിടെ കറക്റ്റായിട്ടും. ഇവിടെ നമുക്ക് എന്താണ്? 2 പൊതുവ്യത്യാസമാണ് 18. അപ്പോൾ ഒരു പൊതുവ്യത്യാസം 9 ആണ്. അപ്പോൾ 9 കൂട്ട് 24 9 എത്രയാണ്? 33 ആണ്. 24 9 പോയാൽ 24 9 പോയാൽ ഇവിടെ എത്രയാണ്? ഇവിടെ 15 ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നു കുറച്ചുകൂടി വ്യത്യാസമായി. ഇവിടെ ഒരു പൊതുവ്യത്യാസം ഇങ്ങോട്ട്, രണ്ടാമത്തെ പൊതുവ്യത്യാസം ഇങ്ങോട്ട്, മൂന്നാമത്തെ പൊതുവ്യത്യാസം ഇങ്ങോട്ട്. അപ്പം 3 പൊതുവ്യത്യാസം, അതായത് പൊതുവ്യത്യാസത്തിന്റെ 3 മടങ്ങാണ് എന്ത്? 18 എന്ന് പറയാം. അപ്പോൾ ഒരു പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാം എത്രയാണ്? 6 ആണെന്ന് കണക്കാക്കാം. അപ്പോൾ 24 കൂടെ 6 കൂട്ടി 30 ആവും. 30 കൂടെ 6 കൂട്ടി 36 ആവും. 36 കൂടെ 6 കൂട്ടി എത്രയായിട്ട് മാറും? 42 ആയിട്ട് മാറും. അടുത്ത് നോക്കാം. ചില സമാന്തര ശ്രേണികളിലെ 2 നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കൂ, നമുക്ക് കാണാം 3-ാം പദം 34, 6-ാം പദം 67. അപ്പോൾ 3-ാം പദത്തിൽ നിന്ന് 6-ാം പദത്തിലേക്ക് വരികയാണ്. 3-ാമത്തെ പദത്തിൽ നിന്ന് 4-ാമത്തെ പദത്തിലേക്ക് ഒരു പൊതുവ്യത്യാസം, 5-ാമത്തെ പദത്തിലേക്ക് 2 പൊതുവ്യത്യാസം, 6-ാമത്തെ പദത്തിലേക്ക് 3 പൊതുവ്യത്യാസം. ആ പൊതുവ്യത്യാസത്തിന്റെ 3 മടങ്ങാണ് നമ്മൾ ഈ വ്യത്യാസം കാണുന്നത്. പൊതുവ്യത്യാസത്തിന്റെ 3 മടങ്ങാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. 34 - 67. 67 34 കഴിക്കണം. അപ്പോൾ 67 37 കഴിച്ചാൽ 30 ആണ്. 30 നമ്മൾ എന്ത് ചെയ്യണം? 67 37 കഴിച്ചാൽ 30 ആണ്. പക്ഷെ 37 കഴിക്കുന്നില്ല, 34 കഴിക്കുന്നുണ്ട്. 3 അവിടെ അധികം വരും. അപ്പോൾ നമുക്ക് കിഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 33 കിട്ടും. 3 പൊതുവ്യത്യാസം 30 ആയതുകൊണ്ട് നമുക്ക് എന്തറിയാം? ഒരു പൊതുവ്യത്യാസം എത്ര കിട്ടും? 3 പൊതുവ്യത്യാസം 30 ആണ്. ഒരു പൊതുവ്യത്യാസം എത്രയും? 11 ആണ്. അപ്പോൾ 3-ാം പദം 34. 1 2 3 4 5 പദങ്ങളവിടെ കാണാൻ പറഞ്ഞത്. ആദ്യത്തെ 5 പദം. 3-ാം പദം 34 നമുക്ക് എഴുതാം. ഇതിൽ 3-ാം പദം എത്രയാണ്? 34 ആണ്. പൊതുവ്യത്യാസം 11 ആണ്. കൂട്ടാം. 34ഉം 11ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 45. 45ഉം 11ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 45ഉം 11ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 56. നമുക്ക് 34 11 പോയാൽ കിഴിച്ചാൽ എത്ര കിട്ടും?
ഇരുപത്തി 23. 23 11 കഴിച്ചാൽ എത്ര കിട്ടും? 3 11 കഴിച്ചാൽ 12. ആ 12ഉം 11ഉം 23, 23ഉം 11ഉം 34, 34ഉം 11ഉം 45, 45 11 എത്രയും 56. ഇത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൂന്നാം പദം ആറാം പദം തന്നെയാണ് ഇവിടെ. മൂന്നാം പദത്തിൽ നിന്ന് ആറാം പദത്തിലേക്ക് എത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മൂന്ന് പൊതു വ്യത്യാസം തന്നെയാണ്. കിഴിക്കുമ്പോൾ 43 മൈനസ് 76, 76 43 കഴിച്ചു. 76 46 കഴിക്കുകയാണെങ്കിൽ 30. പക്ഷെ 3 കഴിച്ചിട്ടില്ല, 46 കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ വീണ്ടും വ്യത്യാസം 33 വരും. ഇതന്നെ വരും. അപ്പോൾ നമുക്ക് പൊതു വ്യത്യാസത്തിൽ കിട്ടും 11 കിട്ടും. അപ്പോൾ നമുക്ക് 1 2 3 4 5 പദം എഴുതണം. മൂന്നാം പദം 43 ഒന്നുണ്ട്. മൂന്നാം പദം 34 അല്ല, വന്നിരിക്കുന്നത് എത്രയാണ്? 43. 43 ആകുമ്പോൾ അടുത്ത പദം 11. 43 ആകുമ്പോൾ 11 കൂട്ടണം. 11 കൂട്ടുമ്പോൾ എത്ര വരും? 54 വരും. 54 വീണ്ടും 11 കൂട്ടണം. അപ്പോൾ എത്ര വരും? 65 വരും. 43 11 കഴിക്കണം. അപ്പോൾ എത്ര വരും? 32 വരും. 32 11 കഴിക്കണം. അപ്പോൾ എത്ര വരും? 21 വരും. അപ്പോൾ നമ്മളുടെ ആ ചോദ്യത്തിൻ്റെ ഒരു സൗന്ദര്യം നമുക്കിവിടെ കാണാൻ പറ്റും. ആ സംഖ്യകൾ തിരിച്ചിട്ടിട്ടാണ് ഇവിടെ വരുന്നത് ആ സമാന്തര ശ്രേണി എന്നുള്ളത്. അടുത്ത് നോക്കൂ, മൂന്നാം പദം അഞ്ചാം പദം തന്നിരിക്കുന്നത്. മൂന്നാം പദത്തിൽ നിന്ന് അഞ്ചാം പദത്തേക്ക് എത്തുമ്പോൾ എന്ത് വരും? 2 പൊതുവ്യത്യാസം. അതായത് പൊതുവ്യത്യാസത്തിൻ്റെ 2 മടങ്ങ്. 2 പൊതുവ്യത്യാസമാണ് ഈ വ്യത്യാസം വരിക. ഈ വ്യത്യാസം 2 നിന്ന് 3ക്ക് വരുമ്പോൾ എത്രയാണ്? 3 2 പോകുമ്പോൾ 1 വരും. അപ്പോൾ ഒരു പൊതുവ്യത്യാസം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഒരു പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 2 പൊതുവ്യത്യാസം ഒന്നാണ്. ഒരു പൊതുവ്യത്യാസം എത്ര വരും? അര വരും. അപ്പോൾ നമുക്കിവിടെ കണക്ക് ഇത് 1 2 3 4 5 പദം കാണാറുണ്ട്. തന്നിരിക്കുന്ന മൂന്നാം പദം 2. മൂന്നാം പദം 2 ആണ്. ഇനി നമുക്ക് പൊതുവ്യത്യാസം അര ആയതുകൊണ്ട് പെട്ടെന്ന് എഴുതാം. ഇവിടെ എത്ര എഴുതാം? 2.5. ഇവിടെ എത്ര എഴുതാം? 3. ഇവിടെ എത്ര എഴുതാം? 1.5. ഇവിടെ എത്ര എഴുതാം? 1. ഇത് തന്നിരിക്കുന്നു. നോക്കൂ, അഞ്ചാം പദവും 9ആം പദം തന്നിരിക്കുന്നത്. അഞ്ചാം പദം 8, 9ആം പദം 10. അഞ്ചാം പദത്തിൽ നിന്ന് പറഞ്ഞ പോലെ ആറാം പദത്തേക്ക് 1 പൊതു വ്യത്യാസം, രണ്ടാം പദത്തിലേക്ക് 2 പൊതു വ്യത്യാസം, ഏഴാം പദത്തിലേക്ക് 2 പൊതു വ്യത്യാസം, 8ലേക്ക് 3, 9ലേക്ക് ആകുമ്പോൾ 4 പൊതു വ്യത്യാസം വരും. അതായത് പൊതുവ്യത്യാസത്തിൻ്റെ 4 മടങ്ങാണ്. പൊതുവ്യത്യാസത്തെ 4 കൊണ്ട് ഗുണിച്ചാണ് ഈ വ്യത്യാസം വരിക. ഈ വ്യത്യാസത്തിന് 10 8 എത്രയാണ്? 2. പൊതുവ്യത്യാസം 4 മടങ്ങ് 2 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ പൊതുവ്യത്യാസം 2/4 എത്ര വരും? 1/2 വരും. അപ്പോൾ അഞ്ചാം പദം തന്നിരിക്കുന്നത് എത്രയാണ്? 8 ആണ്. ഈ അഞ്ചാം പദം തന്നിരിക്കുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 പദം എഴുതണമെങ്കിൽ ഇവിടെ എത്ര എഴുതാം? പൊതുവ്യത്യാസം അരയാണല്ലോ. അപ്പോൾ 7.5. ഇവിടെ 7. ഇവിടെ 6.5. ഇവിടെ എന്ത് വരും? 6 വരും. അപ്പോൾ നമുക്ക് ആ കണക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കൂ, ഒരു വ്യത്യാസമുള്ളത് അഞ്ചാം പദത്തിലേക്ക് 7ആം പദമാണ്. അഞ്ചാം പദത്തിൽ നിന്ന് 7ആം പദം. അഞ്ചാം പദം 7ആയിരുന്നു, 7ആം പദം 5ആയി. തിരിച്ചാണ് വരുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, അഞ്ചാം പദത്തിൽ നിന്ന് 7ആം പദത്തേക്ക് കുറയുന്നുണ്ട്. കുറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറയുമ്പോൾ എപ്പോഴും പൊതുവ്യത്യാസം നെഗറ്റീവായിരിക്കും. പൊതുവ്യത്യാസം ന്യൂനസംഖ്യയായിരിക്കും. അഞ്ചാം പദത്തിൽ നിന്ന് 7ആം പദത്തേക്ക് കൂടുകയാണെങ്കിൽ കൂട്ടിപ്പോവുകയാണ് ചെയ്യുക. ഇത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് പറയാം 2 പൊതുവ്യത്യാസം. 2 പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഈ വ്യത്യാസമാണ്. ഈ വ്യത്യാസം 2 ആണ്. പക്ഷെ 5 നിന്ന് 7 കഴിച്ചിട്ട് 2 പൊതുവ്യത്യാസം -2 വരും. അപ്പോൾ നമുക്ക് എഴുതാം ഒരു പൊതുവ്യത്യാസം എത്രയാണ്? -1 ആണ്. അപ്പോൾ അഞ്ചാം പദം 7. ഇവിടെ നമുക്ക് അഞ്ചാം പദം, ഈ അഞ്ചാം പദത്തിൻ്റെ അവിടെ 7 എഴുതാം. പൊതുവ്യത്യാസം ഇങ്ങോട്ട് പോകുമ്പോൾ കുറയാണ്. അതായത് ഇങ്ങോട്ട് വരുമ്പോൾ കൂടും. അടുത്ത പദം ചോദിച്ചു കഴിഞ്ഞാൽ 6 ആണ് എഴുതുക.
തൊട്ടിപ്പുറത്തുള്ള പദം ചോദിക്കുമ്പോൾ 8 എഴുതാം, തൊട്ടിപ്പുറത്തുള്ളത് 9 എഴുതാം, തൊട്ടിപ്പുറത്തുള്ളത് 10 എഴുതാം, തൊട്ടിപ്പുറത്തുള്ള 11 എഴുതാം. അപ്പോൾ ആദ്യത്തെ 5 പദം എന്ന് പറയുമ്പോൾ 11, 10, 9, 8, 7 ആണ് ഇവിടെ വരിക എന്ന് മനസ്സിലാക്കാം.